അവളുടെ ശബ്ദം. പഴയൊരു വീടിനെ പറ്റിയുള്ള യൂട്യൂബ് വ്ലോഗ് ചെയ്യാൻ പോയ ദിവസമാണ് അവളെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നത്. സുമിത്ര. കരിമ്പിള്ളി എന്നൊരു ഗ്രാമം. നഗരത്തിൽ നിന്നും 2 മണിക്കൂർ വേണ്ടിവരും അവിടെ എത്താൻ. അവിടെ വലിയൊരു തറവാട്ട് വീട്ടിൽ വർഷങ്ങളായി ആരും താമസിക്കുന്നില്ല. പക്ഷെ അവിടെയുള്ള നാട്ടുകാർ അവിടെ ഒരാളുണ്ടെന്ന് പറയുന്നുണ്ട്. പലരും പലവട്ടം പല രീതിയിൽ അവളെ കണ്ടതായി പറയുന്നുണ്ട്. ആ വീടൊരിക്കൽ സുമിത്രയുടേതായിരുന്നു. നിശ്ചയിച്ചുറപ്പിച്ച അവളുടെ വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് അവൾ അപ്രത്യക്ഷമായി. ആ സമയത്ത് ആരും അവളെ കണ്ടിട്ടില്ല. ആരും അന്വേഷിച്ചില്ലെന്ന് വേണം പറയാൻ. പെണ്ണ് ഒളിച്ചോടി പോയെന്ന് വരെ നാട്ടുകാർ വിധി എഴുതി. കാരണം അങ്ങനെ ഒരു എഴുത്ത് അവളുടെ മുറിയിൽ നിന്ന് ലഭിച്ചിരുന്നു. അതിനുശേഷം നാണക്കേട് കാരണം അവളുടെ കുടുംബം കുറച്ച് നാളുകൾക്കുള്ളിൽ ഗ്രാമം വിട്ടുപോയി. എന്നാൽ അതിനുശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. തറവാട്ടിൽ നിന്നും ആരോ കരയും പോലെ കേൾക്കാറുണ്ടത്രേ. അതോടെ മറ്റു കഥകൾ പ്രചരിക്കാൻ തുടങ്ങി. ഒളിച്ചോടിപ്പോയ സുമിത്രയെ കാമുകൻ ചതിച്ചു. അതിൽ മനംനൊന്ത് അവൾ ആത്മഹത്യ ചെയ്തു. അവളുടെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു ആ തറവാട്ടിലുണ്ടെന്നും അവളുടെ ആത്മാവ് കരയുന്ന ശബ്ദമാണത്രേ അവിടെയൊക്കെ അലയടിക്കുന്നതെന്നും കഥകൾ കൊഴുക്കാൻ തുടങ്ങി. ആ തറവാട്ടിൽ കയറി നോക്കുവാനുള്ള ധൈര്യം ആർക്കുമില്ലായിരുന്നു. കാലം കഴിയും തോറും കാടുപിടിച്ച ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലമായി അത് മാറി. പുതിയൊരു എപ്പിസോഡിനുള്ള വിവരങ്ങൾ മനസ്സിൽ ക്രോഡീകരിച്ചുകൊണ്ട് തറവാടിൻ്റെ ഗേറ്റിന് മുന്നിൽ അഭി കാർ നിർത്തുമ്പോൾ വൈകുന്നേരം 5 മണിയായിരുന്നു. അകത്തേക്ക് കടക്കാൻ ഉയരമുള്ള മതിൽ ചാടാതെ വേറെ വഴിയില്ല. ഗേറ്റിൻ്റെ വശമാകെ ഭീതി ജനിപ്പിക്കുന്ന വിധം കാടു കയറിയിരുന്നു. അഭി തൻ്റെ ക്യാമറ ഓൺ ചെയ്തു. ഹായ് ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നശിക്കപ്പെട്ട തറവാടെന്ന സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡുമായിട്ടാണ്. ആ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ താരം. അഭി ഗേറ്റിന് മുന്നിൽ കൈകൾ ഉയർത്തി ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. പല ആംഗിളുകളിൽ നിന്നുള്ള ഷോട്ടുകൾ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം ക്യാമറയും ബാഗുമായി അവൻ ആ മതിൽ ചാടിക്കടന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഗൈസ്, ഈ വീട് ഹോണ്ടഡ് പ്ലേസ് എന്നാണ് കേട്ടുകേൾവി. തൻ്റെ പിന്നിലായി കാണുന്ന രീതിയിൽ വീടിൻ്റെ ഉമ്മറത്തേക്ക് ആംഗിൾ വെച്ച് വീടിൻ്റെ മുറ്റത്തെ ഇടിയാറായ തുളസിത്തറയ്ക്ക് സമീപം നിന്ന് ക്യാമറയെ നോക്കി അഭി അത് പറയുമ്പോൾ തന്നെ ശക്തമായൊരു കാറ്റവിടെ വീശി. ആ കാറ്റിൽ അഭിക്കു പിന്നിൽ വീടിൻ്റെ ഉമ്മറത്തുള്ള പഴയ വാതിൽ മുരളും പോലൊരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അല്പം തുറന്നതും. ആഹാ, കിടില ഇൻട്രോ. മനസ്സിലോർത്ത് ചിരിച്ചുകൊണ്ട് അഭി വീണ്ടും ക്യാമറയിലേക്ക് നോക്കി. ഏതു തറവാട്ടിൽ പോയാലും ഇതുപോലെയുള്ള പിന്നാമ്പുറ കഥകൾ കേൾക്കുന്നത് പതിവായതിനാൽ അഭിക്ക് പേടിയൊന്നും തന്നെ തോന്നിയില്ല. പുറത്തുനിന്നും കുറച്ച് ദൃശ്യങ്ങൾ എടുക്കാം. പറ്റിയാൽ ഏതെങ്കിലും പൊട്ടിയ ജനാല വഴി അകത്തെ കാഴ്ചകൾ പകർത്താം. കൂടാതെ ഈ തറവാടിനെ പറ്റി താൻ കേട്ട കഥകൾ വിശദമായി പറയുന്നത് ഇതിൻ്റെ ഉമ്മറത്തിരുന്ന് ഷൂട്ട് ചെയ്യാം. തൻ്റെ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളിലും ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഉടമസ്ഥരുടെ അനുവാദമില്ലാതെ ഒരു തറവാട്ടിൻ്റെയും അകത്തേക്ക് കയറിയിട്ടില്ല. 1-2 തറവാടുകൾ ഉടമസ്ഥരുടെ അനുവാദത്തോടെ കയറി ഉള്ളിലുള്ള കാഴ്ചകൾ പകർത്തിയിട്ടുണ്ട്. തൻ്റെ ചാനൽ ടോപ്പ് വ്യൂസുള്ള വീഡിയോസും അതുതന്നെയായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്താ വേണ്ടേ? കയറണോ? ഉടമസ്ഥർ ആരാണെന്ന് പോലും അറിയില്ല. അനുവാദം ചോദിക്കാനാണെങ്കിൽ ഈ പരിസരത്തും ആരെയും കാണാനില്ല. ഉടമസ്ഥരെ കണ്ടുപിടിച്ച് അനുവാദം വാങ്ങിയിട്ട് വന്ന് ഷൂട്ട് ചെയ്യുക പോസിബിൾ അല്ല. ഇപ്പോൾ തന്നെ നേരെ മിരട്ടി തുടങ്ങിയിട്ടുണ്ട്. ചിന്തകൾ ഉഴറിയ അഭി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ചിന്തയിൽ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചു. ഉമ്മറത്ത് നിന്ന് തൊട്ടേ അകത്തേക്കുള്ള വഴിയിൽ പൊടിയും മാറാലയും നിറഞ്ഞിരുന്നു. അകത്തേക്ക് നടക്കവേ ഒരു കൈയിൽ ക്യാമറയും മറ്റൊരു കൈയാൽ മാറാലകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് ശ്രദ്ധയോടെ സാവധാനം നടന്നാണ് അഭി ഓരോ ഭാഗവും ഷൂട്ട് ചെയ്തത്. ചുവരുകളിൽ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ തൂങ്ങിയിരുന്നു. പല ഫോട്ടോകളും പൂപ്പൽ കയറി മങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് അയഞ്ഞൊരു പട്ടുപാവാട ധരിച്ചുള്ള പെൺകുട്ടിയുടെ ഫോട്ടോയിൽ അഭിയുടെ ശ്രദ്ധ പതിഞ്ഞു. 2 കൈകളും മുന്നിലേക്ക് ചേർത്ത് പിടിച്ച് പ്രതിമ കണക്കെ പോസ്റ്റ് ചെയ്തു നിൽക്കുന്നൊരു പെണ്ണ്. പ്രായം 17-18 തോന്നിക്കും, അതിനപ്പുറം പറയില്ല. ആ ഫോട്ടോയിൽ മാറാലയും പൊടിയും തുടച്ചു മാറ്റിയിട്ട് അവളുടെ ഫോട്ടോയിലേക്ക് ഫോക്കസ് ചെയ്തതും. വന്നോ എന്നൊരു ചോദ്യം അശരീരി പോലെ അഭി കേട്ടു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും അഭിക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല. തനിക്ക് തോന്നിയതാണോ? തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മൊത്തത്തിലൊരു നെഗറ്റീവ് വൈബുണ്ട് ഈ വീടിന്. എന്നെ കാണാമോ? പെട്ടെന്ന് വ്യക്തതയോടെ അഭി ആ ചോദ്യം കേട്ടതും കൈകൾ തണുത്തിട്ട് ചെറുതായി വിറയ്ക്കാൻ തുടങ്ങി. അല്ല, ഇത് തോന്നലല്ലോ.
തന്നിൽ ഭീതിയുടെ കണികൾ കയറാൻ തുടങ്ങിയതും പെട്ടെന്ന് വീടിന് വെളിയിലേക്ക് കടക്കണമെന്ന ചിന്തയിൽ അബി വാതിൽക്കലേക്ക് നടന്നു. പക്ഷേ കാണാവുന്ന അകലത്തിലുള്ള മുൻവാതിലിലേക്ക് എത്ര നടന്നിട്ടും എത്തുന്നില്ല. പിൻവാതിൽ തുറന്ന് രക്ഷപ്പെടാം എന്നുള്ള ചിന്തയിൽ അബി പിൻവാതിൽ അന്വേഷിച്ച് ഓടി നടന്നു. വീടിൻ്റെ പിൻവശത്തേക്കുള്ള ഭാഗത്തായി ഒരു ചെറിയ മുറി ഉണ്ടായിരുന്നു. ആർത്തവ സമയത്ത് സ്ത്രീകളെ മാറ്റിക്കിടത്തുന്ന മുറിയായിരുന്നു അത്. ഇതറിയാതെ മുന്നോട്ട് മറ്റു വഴികൾ കാണാത്തതിനാൽ ആ വാതിൽ തുറക്കാനായി അബി ശ്രമിച്ചു. അനങ്ങുന്നുണ്ടെങ്കിലും അത്ര പെട്ടെന്ന് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ വാതിൽ. അകത്തുനിന്ന് ആരോ പിടിച്ചു നിർത്തുന്നത് പോലെ. കുറേ നേരം വാതിലുമായി മൽപ്പിടുത്തം നടത്തിയ അബിക്ക് എവിടെ നിന്നോ ഒരു ധൈര്യം തന്നെ വന്ന് മൂടുന്നതായി തോന്നി. കുറച്ചു മുന്നേ തനിക്ക് തോന്നിയ ഭയം തന്നെ ഇവിടെ എത്തിച്ചതൊക്കെ മറന്നിട്ട് അവൻ തൻ്റെ ക്യാമറ വാതിലിലേക്ക് തിരിഞ്ഞു. സുമിത്രേ, പകർച്ചയോടെ അവൻ വിളിച്ചു. ഉടൻ അകത്തു നിന്നൊരു ചിലമ്പിൻ്റെ നാദം കേട്ടു. അതൊരു തേങ്ങലായിരുന്നു. പെട്ടെന്ന് വാതിൽ അപ്രത്യക്ഷമായി തുറന്നു. പിന്നോട്ടാഞ്ഞു പോയെങ്കിലും അബി വീഴാതെ നിന്നിട്ട് മുറിയിലേക്കൊന്ന് നോക്കി. അവിടെ ആരുമില്ലായിരുന്നു. പതിയെ അവൻ മുറിയിലേക്ക് കയറി. നിലത്ത് പഴയൊരു സാരി, ചുവന്ന നിറമായിരുന്നു അതിന്. അതിൻ്റെ അരികത്തായി മങ്ങിയ രീതിയിൽ രക്തത്തിൻ്റെ കറ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഷൂട്ട് ചെയ്യവേ ക്യാമറ സ്ക്രീനിലേക്കൊന്ന് കണ്ണു പാളിയതും സ്ക്രീനിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നതായി അബി കണ്ടു. അവൾ മുറിക്കുള്ളിൽ നിൽക്കുന്നുണ്ട്. അത് സ്ക്രീനിൽ വ്യക്തമായി കാണാം. എന്നാൽ സ്ക്രീനിലൂടെ അല്ലാതെ തൻ്റെ മുന്നിൽ ഒന്നും കാണുന്നില്ല. വീണ്ടും സ്ക്രീനിൽ നോക്കി അബി കണ്ടത് അവൾ അബിയെ നോക്കി പുഞ്ചിരിക്കുന്നതാണ്. ഇതവൾ തന്നെ, ഫോട്ടോയിലുണ്ടായിരുന്ന 17കാരി. എന്നെ പുറത്തേക്ക് കൊണ്ടുപോകാമോ? പതിഞ്ഞ സ്വരത്തിൽ കേഴുന്ന പോലൊരു ചോദ്യം അവളിൽ നിന്നും ഉണ്ടായതും അബി ഭയം കൊണ്ട് വിറച്ചുപോയി. നട്ടലിലൂടെ കുളിര് പായുന്നത് അബി അറിഞ്ഞു. ഓടിപ്പോകാൻ മനസ്സ് പറയുന്നുണ്ടെങ്കിലും അനങ്ങാൻ സാധിക്കുന്നില്ല. അവൻ ക്യാമറ ഓഫ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അതിൻ്റെ ബട്ടൺ പ്രവർത്തിച്ചിട്ടില്ല. സ്ക്രീനിൽ അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു. തൻ്റെ ചുറ്റുമുള്ള വായു പോലും കട്ടിയായ പോലെ അബിക്ക് തോന്നി. നിനക്ക് എന്താ വേണ്ടത്? അവൻ വിറയലോടെ ചോദിച്ചതും അവൾ അവനെ നോക്കി ചിരിച്ചു. എന്നെ ആരും കേട്ടിട്ടില്ല, കേൾക്കാൻ കൂട്ടായിട്ടില്ലെന്ന് വേണം പറയാൻ. അതുകൊണ്ട് നീ കേൾക്കണം. നീ എന്നെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. അവൾ പറയുന്നതപ്പോൾ ചെവിയുടെ തൊട്ടു പിന്നിൽ നിന്ന് കേൾക്കുന്നത് പോലെ അബിക്ക് തോന്നി. സ്ക്രീനിൽ അവളെ കാണുന്നില്ല. പെട്ടെന്ന് ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ ശബ്ദം കേട്ടു. ലൈവ് സ്റ്റാർട്ടഡ്. അതിന് ലൈവ് എപ്പോഴാണ് ഞാൻ ഓണാക്കിയത്? താൻ ഓൺ ചെയ്തിട്ടില്ല. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ കാണുന്നു. കമൻറ്റുകൾ നിറയുന്നു. കഴിഞ്ഞ 10-15 മിനിറ്റുകളായി താൻ പോലും അറിയാതെ യൂട്യൂബിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അബി ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. പക്ഷേ എങ്ങനെ? തൻ്റെ ക്യാമറയിൽ കാണുന്ന ദൃശ്യങ്ങൾ ലൈവായി ഓടുകയാണ്. ഫോണും ക്യാമറയും കണക്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. പിന്നെ എങ്ങനെ? ചിന്തകൾ കാട് കയറുമ്പോൾ അബിയുടെ ചെന്നിയിൽ കൂടി വിയർപ്പൊഴുകാൻ തുടങ്ങി. അപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരോ പിന്നിലുണ്ട്. ഇതൊക്കെ നേരത്തെ പ്ലാൻഡ് ആണോ? ഇതിവൻ്റെ പ്രാങ്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേതമാണെങ്കിൽ ആ മുഖമൊന്ന് വ്യക്തമായി കാണിക്കാൻ പറയടാ. കൊള്ളാമെങ്കിൽ ഒരു ജീവിതം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നിങ്ങനെ കമൻറ്റുകൾ ലൈവിൽ നിറയുമ്പോഴാണ് താൻ കാണും പോലെ അവളുടെ മുഖം വ്യക്തമായി വ്യൂവേഴ്സിന് കാണാൻ കഴിയുന്നില്ലെന്ന് അബി മനസ്സിലാകുന്നത്. പെട്ടെന്നതാ അവൾ തൻ്റെ കൺമുന്നിൽ. സ്ക്രീനിലും നേരിട്ടും ഒരേപോലെ തനിക്ക് അവളെ കാണാം. എന്നാൽ ലൈവിൽ അപ്പോഴും അവ്യക്തമായ ഒരു രൂപമായി തന്നെയാണ് കാണുന്നത്. വിളറി വെളുത്ത പോലുള്ളൊരു മുഖം, നീളമുള്ള മുടി, മെലിഞ്ഞൊട്ടിയ കഴുത്തിൽ മുറിവിൻ്റെ പാട്, കുഴിഞ്ഞ കണ്ണുകൾ. അവൾ കരയുന്നില്ലെങ്കിലും വേദന നിറഞ്ഞ നോട്ടത്തോടെ അവൾ സംസാരിച്ചു തുടങ്ങി. ഇത്രയും വർഷം കാത്തിരിക്കുകയായിരുന്നു ഞാൻ, ആരോടെങ്കിലും എൻ്റെ കഥ പറയാൻ. നിനക്കെന്താ സംഭവിച്ചത്? അബി ചോദിച്ചു. അവൾ കൈ ഉയർത്തി മുറിയുടെ ഒരു കോണിലേക്ക് ചൂണ്ടിക്കാട്ടി. പഴയൊരു അലമാരയായിരുന്നു അവൾ ചൂണ്ടിയത്. ഉടൻ അബി ആ അലമാര തുറന്നതും അകത്തൊരു കത്ത്. അവനെ വിശ്വസിക്കരുത്. ചതിയനാണവൻ. എന്നെ ഉപയോഗിച്ചു വഞ്ചിച്ചവൻ. ആരുടെയോ ഒരു കത്ത്. അബി ഒന്നും മനസ്സിലാകാത്ത പോലെ സുമിത്രയെ നോക്കി. അതോടൊപ്പം ഇതാരെഴുതി? ആരാണോ വഞ്ചകൻ എന്നുള്ള ചിന്തകൾ അബിക്കുള്ളിൽ നിറഞ്ഞു. എൻ്റെ വരൻ, എന്നെ കല്യാണം കഴിക്കാൻ വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ചവൻ. അവൾ പതിയെ പറഞ്ഞു തുടങ്ങി. എന്നെ വിവാഹം ചെയ്യാനിരുന്ന വരൻ്റെ വീടിനടുത്തുള്ള ഒരു പെൺകുട്ടിയാണ് എനിക്ക് ഈ കത്ത് നൽകിയത്. അവളുമായി വർഷങ്ങളായി രഹസ്യമായി ബന്ധത്തിലായിരുന്നു അവൻ. ഞാൻ ഈ കാര്യം അറിയുന്നത് വിവാഹത്തിൻ്റെ ഒരാഴ്ച മുന്നേയും. അതറിഞ്ഞതും ഇവിടേക്ക് അവനെ വരുത്തിയിട്ട് ഞാൻ അവനെ ചോദ്യം ചെയ്തു.
ആ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അവൻ ഇവിടെ വന്നത് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സംസാരം വഴക്കിലെത്തിയതും വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ ആവശ്യപ്പെട്ടു. അവൻ അത് പറ്റില്ലെന്നു കട്ടായം പറഞ്ഞു. പലരുമായും തനിക്ക് ബന്ധമുണ്ടെന്നും നിന്നെ മാത്രമാണ് ജീവിതകാലം മുഴുവൻ വച്ചുകൊണ്ടിരിക്കാൻ തോന്നിയതെന്നും എൻ്റെ മുഖത്തും ശരീരത്തേക്കും നോക്കി വല്ലാത്ത ചിരിയോടെ അവൻ പറഞ്ഞു. എങ്കിൽ എല്ലാവരും എല്ലാം അറിയട്ടെ എന്ന് ഞാൻ പറഞ്ഞതും ഞങ്ങൾ തമ്മിൽ വഴക്കായി. വഴക്കിനിടയിൽ അവൻ കൈ വീശി തല്ലിയതിൽ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് ബോധം വരുമ്പോൾ ഞാൻ ആ ചെറിയ മുറിയിലെ കട്ടിലിലായിരുന്നു. ശരീരത്തിൽ ഒരു തുണ്ട് തുണി പോലും ഇല്ലാതെ കിടക്കുന്നു. വേദനയോടെ ഞാൻ തിരിച്ചറിഞ്ഞു, താൻ നശിക്കപ്പെട്ടിരിക്കുന്നു. മരിച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നി. അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അവൻ എൻ്റെ കൈയും കാലും വായയും മുറുക്കി കെട്ടി ആ തറവാടിൻ്റെ മച്ചിന് മുകളിലേക്ക് കൊണ്ടുപോയി. പണ്ട് കാലത്ത് വർഷം മുഴുവൻ ഉപയോഗിക്കാൻ നെല്ലിട്ട് വച്ചിരുന്നൊരു വലിയ പത്തായ പെട്ടിയിൽ എന്നെ ഇട്ട് പൂട്ടി. അങ്ങനെ കിടന്ന് ചാവട്ടെ എന്ന് കരുതി. ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ ഞാൻ കരഞ്ഞു. ഞാൻ കാണാതായെന്ന് പറഞ്ഞ് വീട്ടുകാർ അങ്കലാപ്പിൽ അന്വേഷിച്ചു നടക്കുമ്പോഴും എൻ്റെ മുറിയിൽ നിന്ന് അവൻ തയ്യാറാക്കിയ കത്ത് കിട്ടുമ്പോഴും ഒളിച്ചോടിയ കഥകൾ നാട്ടിൽ പ്രചരിക്കുമ്പോഴും ഞാൻ ഈ വീട്ടിൽ തന്നെയുണ്ടായിരുന്നു. വിശന്നു കരഞ്ഞു തളർന്നു പോയ ഞാൻ എൻ്റെ മരണവും കാത്തിരിക്കാൻ തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ തൻ്റെ കുഞ്ഞു അനിയത്തിയുടെ ഭാവിയെക്കുറിച്ചോർത്ത് നാണക്കേട് കാരണം എൻ്റെ കുടുംബം നാട് വിടുന്നത് അല്പം ജീവനോടെ ഞാൻ തിരിച്ചറിഞ്ഞു. കുടുംബം നാട് വിട്ടതറിഞ്ഞ അന്ന് തന്നെ അവൻ തറവാട്ടിൽ കയറി തൻ്റെ ബോഡി എവിടെയെങ്കിലും കുഴിച്ചു മൂടുക എന്ന ഉദ്ദേശത്തിൽ. അപ്പോഴും തനിക്ക് അല്പം പ്രാണനുണ്ടായിരുന്നു. അതു കണ്ടതും അവൻ വീണ്ടും എന്നെ ചെറിയ മുറിയിൽ കൊണ്ടുപോയി മൃഗീയമായി പീഡിപ്പിച്ചു. എനിക്കൊന്നും നിലവിളിക്കാനുള്ള ശക്തി പോലും ഇല്ലായിരുന്നു. ഒരുറ്റു വെള്ളം തരാൻ അവനോട് ഞാൻ അപേക്ഷിച്ചു. പക്ഷേ അവനത് കേട്ടില്ല. ഭ്രാന്തമായി അവനെന്നെ കാമിക്കുകയായിരുന്നു. എല്ലു മാത്രം കാണുന്ന വികൃതമായ തൻ്റെ ശരീരം എങ്ങനെയാണ് അവന് കാമമുണർത്തുന്നത് എന്ന് ഞാൻ കണ്ണീരോടെ ഓർത്തു. കാമം ശമിച്ചതും അവൻ എൻ്റെ കഴുത്തിലായി പിടിമുറുക്കി. പതിയെ എന്നിൽ അവശേഷിച്ചിരുന്ന ജീവൻ കൂടി ഇല്ലാതായി. കുറേ നേരം ഒരു ബീഡിയും വലിച്ച് അവൻ എൻ്റെ ശവശരീരം നോക്കി അവിടെ ഇരുന്നു. അവൻ എൻ്റെ ശരീരം കുഴിച്ചിട്ടില്ല. പുറത്തേക്കാൾ സുരക്ഷിതം തറവാടിനുള്ളിൽ തന്നെ ശവശരീരം ഇടുന്നതാണെന്ന് അവന് തോന്നി. അങ്ങനെ എൻ്റെ ശരീരം തുണികൾ കൊണ്ട് ചുറ്റി ആ മുറിയിൽ തന്നെയുള്ള അലമാരയുടെ അകത്തായി വച്ചു അലമാര പുറത്തു നിന്നും പൂട്ടി. അത്രയും കേട്ടു നിന്ന അബി കത്തെടുത്ത അതേ അലമാരയിലേക്ക് അറിയാതെയൊന്ന് നോക്കി. അതിൻ്റെ ഒരു പാളി പൂട്ടിയ നിലയിലായിരുന്നു. കത്തെടുക്കാൻ നേരം അത് തുറക്കാൻ താൻ ശ്രമിച്ചതോർത്ത് അവൻ ഉമിനീരിറക്കി. മരണപ്പെട്ടെങ്കിലും എൻ്റെ ആത്മാവിന് പുറത്തേക്ക് വരാൻ കഴിയാതെയായി. കേഴുന്നത് പോലെ സുമിത്ര പറഞ്ഞു നിർത്തിയതും അബിക്ക് സുമിത്രയുടെ കഥ കേട്ട് നെഞ്ചിലൊരു ഭാരമെടുത്ത് വച്ചതുപോലെയുള്ള വേദന തോന്നി. അപ്പോഴും ലൈവ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ഈ പ്രാങ്ക് എപ്പോഴാണ് അവസാനിപ്പിക്കുക എന്നുള്ള കാത്തിരിപ്പിലായിരുന്നു. അയാളുടെ പേരെന്താ? അബി മെല്ലെ ചോദിച്ചതും അപ്പോൾ ലൈവ് കമൻറ്റുകളിൽ ഒരു പേര് തെളിഞ്ഞു. രാഘവ് 1972 ജോയിൻഡ്. ഉടൻ തന്നെ രാഘവൻ്റെ ഒരു കമൻറ്റ് വന്നു. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. അവളുടെ മുഖഭാവം പെട്ടെന്ന് മാറി. അവളുടെ കണ്ണുകൾ ചുവന്നു. രാഘവ്. പകയോടെയും വൈരാഗ്യത്തോടെയും അവൾ ആ നാമം ഉച്ചരിച്ചു. എന്നെ അവൻ മറന്നിട്ടില്ല. ഓരോ വർഷം കൂടുമ്പോഴും ഇവിടെ വരും അവൻ. പടിക്കലെ മുന്നിൽ നിന്നും കുറേ നേരം തറവാടിലേക്ക് നോക്കി നിന്നിട്ട് പോകും. പെട്ടെന്ന് പുറത്തൊരു കാർ വന്നു നിന്നതിൻ്റെ ശബ്ദം കേട്ടു. ആരോ ഓടിപ്പിടച്ചു വന്ന് വാതിൽ തുറന്നു. ഒരു മധ്യവയസ്കനായിരുന്നു അത്. അബി അപ്പോഴേക്കും ശബ്ദം കേട്ട് മുറിക്കു വെളിയിലേക്ക് ഇറങ്ങിയിരുന്നു. നിർത്ത്! എന്ത് തോന്നിവാസമാണ് ഇവിടെ കാണിക്കുന്നത്? ആരോട് ചോദിച്ചിട്ടാ നീ ഇവിടെ കയറിയത്? വന്നു കയറിയ ആൾ ക്രോധത്തോടെ അബിയോട് ചോദിച്ചു. അത് ചോദിക്കാൻ നിങ്ങളാരാ? അബി തിരിച്ചു ചോദിച്ചതും സുമിത്ര അബിയുടെ പക്കൽ വന്നു നിന്നു. എന്നാൽ കയറി വന്ന ആൾക്ക് അവളെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവനോട് സത്യം പറയാൻ പറ. സുമിത്ര മുരളുന്നത് പോലെ പറഞ്ഞതും അബിക്ക് മനസ്സിലായി തൻ്റെ മുന്നിൽ നിൽക്കുന്നത് അയാളാണ്, രാഘവെന്ന്. അവൻ ക്യാമറ രാഘവൻ്റെ മുഖത്തേക്ക് തിരിച്ചു. സുമിത്രയെ നിങ്ങൾ കൊന്നു? അബി കനത്ത സ്വരത്തിൽ ചോദിച്ചതും ഹേ നോ, അവൾ എന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോയതാണ്. വെപ്രാളത്തോടെ രാഘവ് അത് പറഞ്ഞു തീരും മുൻപ് അബിയുടെ ലൈവ് ക്യാമറ ഓഫായി. ആ ഇടനാഴി മുഴുവൻ ഇരുട്ടിലകപ്പെട്ടു. പെട്ടെന്ന് അതിശക്തമായ കാറ്റവിടെ വീശിയടിക്കാൻ തുടങ്ങി. അവളുടെ അട്ടഹാസത്തിനുമൊപ്പം ഒരു നിലവിളി കൂടി അവിടെ മുഴങ്ങി. പെട്ടെന്ന് ലൈവ് ഓണായതും രാഘവനെ കാണുന്നില്ല. ആ ചെറിയ മുറിയിൽ വാതിലടഞ്ഞിരിക്കുന്നു. അകത്തുനിന്നും മുട്ടുന്ന ശബ്ദം. തുറക്കൂ പ്ലീസ്.
ലൈവ് കാണുന്ന എല്ലാവരും ഇതിനു സാക്ഷികളായി അവരുടെ സ്ക്രീനുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നടക്കുന്നത് എന്താണെന്നറിയാതെ കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരുന്നു. സുമിത്രയുടെ സാമീപ്യം തൻ്റെ വലതുഭാഗത്തറിഞ്ഞതും അബി ആ ഭാഗത്തേക്ക് നോക്കി. അവൾ അവിടെ ഒരു വാതിലിൻ്റെ സമീപം നിൽപ്പുണ്ടായിരുന്നു. നന്ദി, അതു പറഞ്ഞു അവൾ പതിയെ അപ്രത്യക്ഷമായി. കാറ്റു ശക്തമായി. ലൈവ് ഓഫായി, കൂടെ ക്യാമറയും. അവൾ അവസാനം നിന്നിരുന്ന ഭാഗത്തെ കതകു മലർക്കെ തുറന്നു. പുറത്തേക്കുള്ള വാതിൽ. യാഥാർത്ഥ്യത്തിലേക്കെത്താൻ അബിക്ക് അല്പനിമിഷങ്ങൾ വേണ്ടിവന്നു. അപ്പോഴേക്കും പോലീസ് ജീപ്പ് അവിടെ വന്ന് നിന്നു. നാട്ടുകാർ ആ മതിൽക്കെട്ടിന് വെളിയിൽ തടിച്ചുകൂടി. അവരിൽ ലൈവ് കണ്ടവരുമുണ്ടായിരുന്നു. അവരിൽ പലരും അബിയോട് സംസാരിക്കാനായി ശ്രമിച്ചെങ്കിലും അബി ആർക്കും മറുപടി കൊടുക്കാതെ പോലീസിൻ്റെ സഹായത്താൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഏറെ സമയത്തെ പരിശ്രമത്തിനൊടുവിൽ പോലീസ് മുറി തുറന്നപ്പോൾ അകത്ത് രാഘവ് സ്വബോധം നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. 1-2 മണിക്കൂർ മാത്രമേ ആ മുറിയിൽ കഴിഞ്ഞിട്ടുള്ളൂവെങ്കിലും രാഘവനത് വർഷങ്ങൾ കഴിഞ്ഞതുപോലെ തോന്നി. അവൾ ഇവിടെയുണ്ട്. എനിക്ക് വിശക്കുന്നു, വല്ലാത്ത വിശക്കുന്നു. വെള്ളം വേണം, ദാഹിക്കുന്നു. അവൻ പിറുപിറുക്കും പോലെ പറഞ്ഞെങ്കിലും ആരും അത് ചെവികൊണ്ടില്ല. സുമിത്രയുടെ ദ്രവിച്ച അസ്ഥികൂടം അലമാരയ്ക്കുള്ളിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടു. സത്യം പുറത്തു വന്നു. സുമിത്രയ്ക്കും അത് മതിയായിരുന്നു. രാഘവനെ കൊല്ലാൻ അവൾക്ക് ഉദ്ദേശമില്ലായിരുന്നു. നാണക്കേട് കാരണം ഓടിപ്പോയ തൻ്റെ കുടുംബത്തെയും തന്നെ മോശമായി കണ്ട് പല പല കഥകൾ പറഞ്ഞുണ്ടാക്കിയ നാട്ടുകാരെയും സത്യങ്ങൾ അറിയിക്കുക, അതുമാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. സ്വബോധത്തിലെത്തിയ രാഘവ് സത്യമെല്ലാം ഏറ്റുപറഞ്ഞു. പറയേണ്ടി വന്നെന്ന് വേണമെങ്കിൽ പറയാം. കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. വർഷങ്ങൾ മുൻപ് നാടുവിട്ടുപോയ സുമിത്രയുടെ കുടുംബം ആ തറവാട്ടിലേക്ക് തിരിച്ചെത്തി. ഇത്രയും നാൾ തെറ്റിദ്ധാരണയോടെ കഴിഞ്ഞതിൽ അവർ നീറുന്നുണ്ടായിരുന്നു. പ്രായമായ തൻ്റെ അച്ഛനെയും അമ്മയെയും വിവാഹിതയായ തൻ്റെ അനിയത്തിയെയും അവളുടെ മകളെയും ആ തറവാടിൻ്റെ അങ്കണത്തിൽ വച്ചു കണ്ട സുമിത്രയുടെ ആത്മാവ് അവരെ തന്നെ നോക്കി നിന്നു. അബിയുടെ ലൈവ് വീഡിയോ വൈറലായിരുന്നെങ്കിലും പലർക്കും പല ചോദ്യങ്ങളുണ്ടായിരുന്നു. പ്രേതമാണോ ഇതെല്ലാം ചെയ്തത്? അതോ അബിയുടെ ഉള്ളിൽ തോന്നിയൊരു കഥ വച്ചു അവൻ കളിച്ച കളി യാഥാർത്ഥ്യ സംഭവവുമായി യാദൃച്ഛികമായി സാമ്യമുണ്ടായതാണോ? ചർച്ചകൾ പല രീതിയിൽ നടന്നെങ്കിലും അബി ഒന്നിനും മറുപടി പറഞ്ഞില്ല. എൻ്റെ അനുഭവം വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അവിശ്വസിക്കാം. ആരെയും ഒന്നും തെളിയിക്കാൻ ഞാൻ മുതിരുന്നില്ല. വൈറലായ ലൈവ് വീഡിയോ ഡിലീറ്റ് ചെയ്തതിനൊപ്പം അബി ഇട്ട പോസ്റ്റിൽ കുറിച്ചത് അതായിരുന്നു. പക്ഷെ അബിക്കൊരു കാര്യം മനസ്സിലായിട്ടില്ല. വീഡിയോയുടെ അവസാനം ലൈവ് ഓഫായതിനു ശേഷം 10 സെക്കൻഡ് കൂടെ ക്യാമറ റെക്കോർഡായിട്ടുണ്ട്. അതിൽ അവളുടെ ശബ്ദം, എന്നെ മറക്കരുത്, നിനക്കൊപ്പം എന്നും ഞാൻ ഉണ്ടാകും. മറ്റൊരു കഥയുടെ ഭാഗമാവാൻ പോവുകയാണോ എന്നറിയാതെ അവൻ വീണ്ടും തൻ്റെ ക്യാമറയുമായി ഇറങ്ങി. അവസാനിച്ചു.